സംസ്ഥാനത്ത് ഇന്ന് വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ, ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ, ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. LDF പ്രവർത്തകർക്കും നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വരണാധികാരിയായ ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇക്കുറി തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിനു വേണ്ടി പോരാടുന്ന പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങൾ. അസ്വസ്ഥമായ ഈ രാജ്യത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ നേതൃത്വത്തിനെ കഴിയൂ. പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരത്തിൽ നിന്ന് ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പം സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പാലക്കാട് മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ ഡോക്ടർ S ചിത്ര മുൻപാകെയായിരുന്നു പത്രികാ സമർപ്പണം. തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. SDPI പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ അതിനെ കാണുന്നത്. ചാലക്കുടി മണ്ഡലം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്.